തിരുവനന്തപുരം കാട്ടായിക്കോണം ജംഗ്ഷൻ സമീപം, അതായത് നമ്മുടെ കാട്ടായിക്കോണം ജംഗ്ഷനിൽ നിന്ന് അരിയോട്ടുകോണം പോകുന്ന റോഡ് കുറച്ച് ദൂരം വരുമ്പം തന്നെ ഏകദേശം ഒരു 700 മീറ്ററിനകത്ത് വരുമ്പം തന്നെ നമ്മുടെ പൈതൃകയുടെ നവമി എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ് കാണാം. ഏകദേശം അതിന് ഓപ്പോസിറ്റായിട്ട് കാണുന്ന ഈ വഴി ഇതിങ്ങനെ കയറുമ്പോൾ ഈ വീട്ടിന് തൊട്ട് പിൻവശത്തായിട്ട് നമുക്കൊരു 1 ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ. നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ്. എങ്ങനെയാ വെച്ചാൽ നിങ്ങൾക്ക് എടുത്ത് പ്ലോട്ട് ഡിവിഷനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് ആ ഒരു മെയിൻ റോഡ് വന്നിട്ട് അത്യാവശ്യം നല്ല വീതിയുണ്ട്. അവിടെ നിന്നായാലും നല്ല വീതിയുള്ള റോഡ് വഴി ഇങ്ങനെ ഇറങ്ങി ഈ ഒരു വീടിന് തൊട്ട് പിൻവശത്തായിട്ട് കാണുന്ന പ്രോപ്പർട്ടി. നമുക്കിതിനകത്തൊരു പഴയ വീടിരിപ്പുണ്ട്. വീടിനൊന്നും കണക്കില്ല. നമുക്ക് ടോട്ടലായിട്ട് 1 ഏക്കർ സ്ഥലം. ഇതിനകത്ത് ഒത്തിരിയധികം മരങ്ങളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അതിപ്പം ഫ്രൂട്ട് പ്ലാന്റ്സ് ആയാലും തെങ്ങുകളായാലും അങ്ങനെയൊക്കെ ഒത്തിരിയധികം മരങ്ങളൊക്കെ ഉള്ള വലിയൊരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് ഇവിടെ തന്നെ ഏകദേശം 17.5 മീറ്റർ ഈ ഒരു ഫ്രണ്ടേജ് കിട്ടും. അതിനുശേഷം പിൻവശത്തേക്ക് പോകും തോറും നമുക്ക് ഇത്തിരി വീതിക്കാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ്. നമുക്ക് ഒത്തിരി മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് വീഡിയോയിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഷേപ്പ് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ ഞാൻ ഈ പ്രോപ്പർട്ടിയുടെ സ്കെച്ച് കൂടെ ആഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസിലി കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഈ കാണുന്ന പോലെ ഇപ്പോൾ ഇതിനകത്ത് നിൽക്കുന്ന മരങ്ങളിലെല്ലാം ഇങ്ങനെ കുരുമുളകൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ആർക്കെങ്കിലും ഒരുമിച്ചെടുത്ത് സ്വന്തമായിട്ട്, അതായത് നിങ്ങളുടെ ആവശ്യത്തിന് ഒരു വീട് ചെയ്തതിന് ശേഷം നമുക്ക് വീടിന് ചുറ്റും നല്ല രീതിയിൽ സ്ഥലമൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാവുന്നതാണ്. ഇതിനകത്ത് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണറുണ്ട്. ഇതേ അവിടെ നോക്കിയേ ഉണ്ട്, അവിടെ കിണർ, അതിൻ്റെ അടുത്ത് തന്നെ ഒരു വാട്ടർ ടാങ്കും മോട്ടർ ഹൗസും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഏതിൽ നോക്കിയാലും എല്ലാ മരത്തിലും കുരുമുളക് ഇങ്ങനെ പടർത്തി വിട്ടിട്ടുണ്ട്. അതുപോലെ പ്ലാവ് തന്നെ വലിയ വലിയ പ്ലാവുകളാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. എല്ലാത്തിലും ഈ ചക്കയൊക്കെ കായ്ച്ച് ആ രീതിയിൽ നിൽക്കുന്ന വലിയ വലിയ പ്ലാവുകളാണ് ഇതേ നിൽക്കുന്നത്. അതുപോലെ തേക്കുണ്ട്, വലിയ തേക്ക് 3-4 നിൽപ്പുണ്ട്. പിന്നെ ബാക്കിലൊരു 10-60 മൂട് റബ്ബർ നിൽപ്പുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ്. താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം. നമ്മുടെ ടെക്നോ പാർക്കിൽ നിന്നൊക്കെ വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷനാണ്. അതായത് ടെക്നോ പാർക്കിൽ നിന്ന് വരുമ്പോഴത്തേക്കും നമ്മുടെ പോത്തൻകോട് റൂട്ടിൽ വരുമ്പോൾ കാട്ടായിക്കോണം ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലോട്ട് വരുമ്പോഴാണ് ഇടത്തോട്ട് അരിയോട്ടുകോണം പോകുന്ന റോഡ്. ആ റോഡ് വരുമ്പോൾ ഈസിലി പൈതൃകയുടെ നവമി എന്ന് പറയുന്ന ആ ഒരു പ്രോജക്റ്റ് കാണാം. അത് കഴിഞ്ഞ ഉടൻ വലത്തോട്ട് കാണുന്ന വഴി. ഇനി അതല്ല ടെക്നോ പാർക്കിൻ്റെ ഫേസ് 4 ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് ഈസി ആക്സസ് ആണ്. എങ്ങനെയാ വെച്ചാൽ അരിയോട്ടോണം താഴോട്ട് നേരെ ചെന്ന് ഇറങ്ങുന്നത് നമുക്ക് ആണ്ടൂർ കോണം അങ്ങോട്ടേക്ക് പോകുന്ന റോഡാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പള്ളിമുക്ക് സൈഡിൽ, പള്ളിപ്പുറം സൈഡിലേക്കൊക്കെ ഈസിലി പോകാൻ സാധിക്കും. ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് 6.25 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. മൊത്തത്തിലെടുത്ത് പ്ലോട്ട് ഡിവിഷനൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിലും അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളും നേരിട്ട് അദ്ദേഹമായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്. ഈ കാണുന്ന പോലെ വൈഡായിട്ടുള്ളൊരു വലിയൊരു പ്രോപ്പർട്ടി. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഈ കഴക്കൂട്ടം ഏരിയയിലൊക്കെ ഇതുപോലുള്ള കരഭൂമിയൊന്നും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കിട്ടാനില്ല കേട്ടോ. ഇതെങ്ങനെ വെച്ചാൽ ഏകദേശം ഒരേ ടെറൈൻ നോക്കി ഇങ്ങനെ കുത്തോ കയറ്റോ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എടുത്ത് ലാൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നവർക്കായാലും ഇതിനകത്തേക്കുള്ള വഴി മാത്രം ഫോം ചെയ്താൽ മതി. പ്ലോട്ടിനകത്തുള്ള ഇങ്ങനെ പള്ളോ അല്ലെങ്കിൽ കയറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടിയാണ്. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം.